അദ്ദേഹത്തിന് അനുകൂലമായി പെനാൽറ്റി കിക്ക് കിട്ടിയിരിക്കുന്നു. വളരെ നല്ല ഒരു അവസരമാണ്. പെനാൽറ്റി കിക്ക് കിട്ടിയിരിക്കുകയാണ് മോഹൻലാൽ ടീമിന്. കൃഷ്ണപ്രസാദാണ് കിക്ക് എടുക്കുന്നത്. ഇതാ അദ്ദേഹം അടിച്ചിരിക്കുന്നു വളരെ മനോഹരമായി. ഇതാ റിച്ചാർഡ് ശശി. റിച്ചാർഡ് ശശി വളരെ വിദഗ്ധമായി സേവ് ചെയ്തിരിക്കുകയാണ്. വളരെ ശക്തനാണ് റിച്ചാർഡ് ശശി. ഷാരൂഖ് ഖാന്റെ ടീമിന്റെ നെടും തൂണാണ് റിച്ചാർഡ് ശശി. ഇതാ മോഹൻലാൽ വളരെ വിദഗ്ധമായി ബോൾ കണക്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പാസ് സൂര്യക്കാണ് കിട്ടിയത്. ഇതാ ഗോൾ. വളരെ വിദഗ്ധമായ ഒരു ഗോളിലൂടെ 3-0 എന്ന നിലയിൽ ഷാരൂഖ് ഖാന്റെ ടീം മുന്നിട്ട് നിൽക്കുകയാണ്. ഇതാ മോഹൻലാലിന്റെ വളരെ വിദഗ്ധമായ മുന്നേറ്റമാണ്. പക്ഷേ റിച്ചാർഡ് ശശി അദ്ദേഹം വളരെ നിസ്സാരമായി അത് സേവ് ചെയ്തിരിക്കുന്നു. ഇതാ വലതു വിങ്ങിലൂടെ വിജയന്റെ മുന്നേറ്റം. ഇതാ മോഹൻലാലും തിരിച്ച് ഫൗൾ ചെയ്തിരിക്കുന്നു. മോഹൻലാൽ വിജയനെ ഫൗൾ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം വിജയനോട് സോറി പറയുന്നു. എല്ലാവരും ഈ നിമിഷം ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. മോഹൻലാലിന്റെ നരസിംഹം ടീമിന്റെ ദയനീയാവസ്ഥ കണ്ടിട്ടെങ്കിലും മമ്മൂട്ടി കളിക്കാൻ എത്തുമോ? കരുത്തനായ മമ്മൂട്ടി ടീമിലെത്തിക്കഴിഞ്ഞാൽ ഇനിയും വിജയ സാധ്യതയുണ്ട്. Just have the ball and are dribbling through. Is this going to be a goal? Just as I say that. ഇതാ കലാഭവൻ മണിയുടെ മുന്നേറ്റം. മണിയെ ഫൗൾ ചെയ്തിരിക്കുകയാണ്. മോഹൻലാൽ പകരം വീട്ടുകയാണെന്ന് തോന്നുന്നു. എന്തായാലും മണിക്ക് അനുകൂലമായ പെനാൽറ്റി കിക്കാണ്. കലാഭവൻ മണി തന്നെയാണ് പെനാൽറ്റി കിക്ക് എടുക്കുന്നത്. ഇതാ ഗോൾ. വളരെ മനോഹരമായ ഒരു ഗോൾ കലാഭവൻ മണി ഷാരൂഖ് ഖാന്റെ ടീമിന് വേണ്ടി നേടിയിരിക്കുകയാണ്. മമ്മൂട്ടി ഇതാ കളി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. 4-0 മോഹൻലാലിന്റെ നരസിംഹം ടീം കനത്ത പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4 ഗോളുകൾക്ക് ഷാരൂഖ് ഖാന്റെ ടീം മുന്നിലാണ്. കളി തീരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. കേരളത്തിലെ സൂപ്പർ താരം മോഹൻലാലിന്റെ ടീമിനെ ബോളിവുഡിലെ സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ ടീം പരാജയപ്പെടുത്തി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. വളരെ ദുർബലമായ ഒരു ടീമുമായിട്ടാണ് ലാൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. ജഗദീഷ് മോഹൻലാലിന് വേണ്ടി കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഗ്രൗണ്ടിന്റെ പരിസരത്തെങ്ങും കാണാൻ പോലുമില്ല. അതിമാനുഷികനായ മലയാളികളുടെ 6ാം തമ്പുരാൻ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച എല്ലാ മലയാളികളുടെയും ചങ്കിൽ തറയ്ക്കുകയാണ്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മോഹൻലാലിന് കനത്ത പരാജയം ഏറ്റുവാങ്ങി പിന്മാറാമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കേരളത്തിന്റെ നരസിംഹം ടീമിൽ മോഹൻലാലിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന് മാത്രമേ എന്തെങ്കിലും ഇനിയും ചെയ്യാൻ കഴിയൂ. കളിയുടെ അവസാന നിമിഷങ്ങളാണ്. കളി തീരാൻ വെറും 1 മിനിറ്റും 30 സെക്കൻഡുകളും മാത്രം ബാക്കി. നരസിംഹം ധർമാർത്ഥമോക്ഷം നരസിംഹം പൂർണ്ണം ബ്രഹ്മം നരസിംഹം തുമേവ സർവം നരസിംഹം ഭരണിയിൽ നിന്നും ജ്വാല കണക്കെ ജലധിയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്നേ. കുതിച്ചു വരുന്നേ ഈ ഞാൻ ചോര ചിന്തിച്ചു പുലർക്കാനാ
അതിഗംഭീരമായ പ്രകടനം, പൈശാചികമായ ആക്രമണം, ഇതിന് കൂടുതലൊന്നും തന്നെ വിശേഷിപ്പിക്കാനില്ല. നരസിംഹം, കേരളീയരുടെ നരസിംഹം ഉണർന്നലറിക്കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഫുട്ബോൾ മൈതാനം ശവപ്പറമ്പായി കഴിഞ്ഞു. ബോളോ ഗോൾ പോസ്റ്റോ ഗോളിയോ ഒന്നും അവശേഷിക്കുന്നില്ല. റിച്ചാർഡ് ശശി, കരുത്തനായ ഷാരൂഖ് ഖാന്റെ ഗോളി റിച്ചാർഡ് ശശിയുടെ പൊടി പോലും കാണാനില്ല. കളി മോഹൻലാലിന്റെ ടീം ജയിച്ചെങ്കിലും മോഹൻലാലിനെ ഫുട്ബോളിൽ നിന്നും ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുമോ എന്ന് സംശയം ബാക്കി നിൽക്കുന്നു.